shining through, but it would not be new if not for you. തിന്നുകരളെ തിന്നെ. എന്റെ പൊന്നെ, ഈ യാത്ര അവസാനിക്കാന്ന് കേട്ടപ്പോ എന്റെ നെഞ്ചില് തീയാണ്. എന്ത് ചെയ്യാനാ, ആ മരിയ ഇത്ര പെട്ടെന്ന് ഈ യാത്ര അവസാനിപ്പിക്കുന്ന കരുതിയില്ല. ഈ ബോട്ടിന്ന് ഇറങ്ങിയ പിന്നെ നമ്മ കാണൂ? തീർച്ചയായും കാണും. ഞാൻ നിന്നെ വിളിക്കാം. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഷാഹിദ്, എനിക്കാകെ ഭയം തോന്നുന്നു. ഇന്നലത്തെ സംഭവം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നമ്മൾ അറിയാതെ. ആ പ്രതാപൻ സാധാരണ ഒരാളല്ല. നമ്മൾ ഇമെയിൽ അയച്ചത് റാണി എന്നൊരു സ്ത്രീക്കാണ്. റാണിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ആ ചാൻസ് സുഹൃത്തായ പ്രതാപന് നൽകണമെന്ന് റാണി എന്നോട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞാണ് റാണിയില്ലെങ്കിൽ ഇത് വേണ്ടെന്ന്. അതിന് ഞാൻ നെഗറ്റീവായൊന്നും ചിന്തിക്കാൻ പോയില്ല. എന്തായാലും പ്രതാപൻ സാധാരണ ഒരാളല്ല, അതുറപ്പാണ്. ഒന്നുകിൽ അയാളൊരു പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ അയാൾ പോലീസുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ്. എന്റെ ബലമായ സംശയം അയാളൊരു പോലീസ് ഓഫീസറാണെന്നാണ്. രാത്രി അയാൾ മുകളിലത്തെ ഡെക്കിൽ പോയിരുന്ന് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇനി ആ സമയത്ത് കള്ളം ബാപ്പച്ചന്റെ ഭാര്യ ലൈലയെ പ്രതാപന്റെ അടുത്തേക്ക് നമുക്ക് പറഞ്ഞയക്കാം. രഹസ്യം ചോർത്താൻ അവൾ വിചാരിച്ചാ പറ്റും. അയാൾ സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് കാര്യം എളുപ്പമായി. അത് നല്ല ഐഡിയ. ഇന്ന് തന്നെ അത് ചെയ്യാൻ നമുക്ക് ലൈലോട് പറയാം. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നമ്മുടെ പദ്ധതി എല്ലാം പൊളിയും. ശരിയാണ്. അയാളൊരു പോലീസ് ഓഫീസറാണെന്ന് ഉറപ്പായ പിന്നെ നമ്മൾ ഈ യാത്ര അധികം നീട്ടേണ്ടതില്ല. പദ്ധതി വേഗം നടപ്പിലാക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ ചേട്ടാ ഞാൻ ഈ സുഖം എന്താന്നറിയണത്. തിന്നണം എന്നല്ലാതെ എന്റെ ഭർത്താവായ മനുഷ്യന് വേറെ ഒരു ചിന്തയില്ല. എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. ഈ യാത്ര അവസാനിച്ചാലും നമുക്കിനിയും കാണണം. തീർച്ചയായിട്ടും. നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്താ ഹൗസ് ബോട്ടിൽ വേറെ ആരും ഉണ്ട് സാർ. ഞങ്ങളുടെ ഭക്ഷണം എടുത്തോണ്ട് പോയി. എന്താ കണ്ടത്? ഈ ഹൗസ് ബോട്ടിൽ നിന്ന് ആരോ നമ്മുടെ ഭക്ഷണം എടുത്തോണ്ട് പോയി സാർ.